ഞാൻ നിങ്ങളോട് പറയാം. മാർക്സിസ്റ്റ് പാർട്ടി 1952, അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ 1964 മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് 1920. 1952 ഒരു പ്രതിപക്ഷ നേതാവാകാനുള്ള അംഗബലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സഭയിലില്ലെങ്കിലും ജവഹർലാൽ നെഹ്റു അന്നത്തെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ശ്രീ എ കെ ഗോപാലിനെയായിരുന്നു. എ കെ ഗോപാലൻ ഒരിക്കൽ ശ്രീ ജവഹർലാൽ നെഹ്റുവിനെ വെല്ലുവിളിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു അഹങ്കാരം കൊണ്ടാണ്. അഹങ്കാരം എന്ന് ഞാൻ പറയാൻ കാരണം, രാഷ്ട്രീയമായ ഒരു ശക്തി അല്ലെങ്കിൽ രാഷ്ട്രീയമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് ജവഹർലാൽ നെഹ്റുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എൻ്റെ മണ്ഡലമായ കാസർഗോഡ് വന്ന് മത്സരിക്കാൻ? ജവഹർലാൽ നെഹ്റു കേട്ട ഭാവം പോലും എടുത്തില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ പോലും വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം എ കെ ഗോപാലിന് കിട്ടിയത് ഇതൊരു പാർട്ടി ഗ്രാമമാണ്. ആ ഒരു ഉറപ്പ്. ഇവിടെ ജവഹർലാൽ നെഹ്റു അല്ല, ഇനി ആരും ഒന്ന് മത്സരിച്ചാലും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന് രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നെഹ്റുവിനെ വെല്ലുവിളിക്കാൻ തയ്യാറായ ശ്രീ എ കെ ഗോപാലിൻ്റെ മണ്ഡലമാണ് ഇവിടെ.